പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൽ നിനോ പ്രതിഭാസത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ജൂലൈ മാസവും വേണ്ട അളവിൽ മഴ ലഭിക്കില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പോടെ വ്യക്തമാകുന്നത്. ഇന്നത്തെ കാലാവസ്ഥാ വിശേഷങ്ങൾ പരിശോധിച്ചാൽ ഇതിനോടകം തന്നെ ദുർബലപ്പെട്ട കാലവർഷം ഇന്ത്യൻ ഓഷ്യൻ ഡൈവ് ശക്തി പ്രാപിച്ചാൽ മാത്രമേ ശക്തമാവുകയുള്ളൂ എന്നാണ് നിഗമനം. ശക്തി കുറവാണെങ്കിലും മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ തുടരും. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഇന്നത്തെ ദിനാന്തരീക്ഷ അവസ്ഥ സംബന്ധിച്ച മുന്നറിയിപ്പ് പരിശോധിച്ചാൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. നമ്മുടെ മാപ്പ് നോക്കിയാൽ കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ടാണ്. ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിലവിൽ അവധിയാണ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ ഈ ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ട് തുടരും. മറ്റ് ജില്ലകളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. മഴയുടെയും മോശം കാലാവസ്ഥയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരും. ജില്ലകളിലെ താപനില കൂടി നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് കൂടിയ താപനിലയായിട്ട് രേഖപ്പെടുത്തിയത് 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ കൊച്ചിയിൽ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും. കോഴിക്കോട് കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. അതിനൊപ്പം തന്നെ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസത്തെ താപനിലയിലായിരിക്കും ഇന്നും അനുഭവപ്പെടുക. ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഒപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ പരിശോധിച്ചാൽ മഴ